കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ മാത്രം പണിയെടുത്താൽ പോരാ. സമൂഹത്തിലുള്ള നിരവധി തിന്മകൾക്കെതിരെ നമുക്ക് പടപൊരുതേണ്ടതുണ്ട്. ഈ സമൂഹത്തിലെ എല്ലാ അധസ്ഥിത വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ശബ്ദിക്കേണ്ടതുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായി ഏറ്റെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഓരോ ആഴ്ചയും വെള്ളിയാഴ്ചയും സിൻഡിക്കേറ്റിലേക്ക് മാർച്ച് നടത്താൻ നമുക്ക് സമയമില്ല. നമുക്ക് വേറെയും പണിയുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇനി മുതൽ ഒരു ബഹുജന മാർച്ച് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി ഈ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അതിന് ശ്രമിക്കും എന്ന ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ആഭ്യന്തര വകുപ്പിനോട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. നേരത്തെ ദാവൂദ് പറഞ്ഞതിന്റെ ബാക്കി കൂടിയാണിത്. ഈ ഒരു സംഘത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാട് കേരളത്തിലുടനീളം കാണപ്പെടുന്നുണ്ട്. ഈ ഒരു സമരത്തെയും ഈ ഒരു ചിന്താഗതിയെയും മൊത്തം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഇവർ ഇത്രത്തോളമേ ഉള്ളൂ, ഇവർ വന്നാലും ഇത്രമാത്രമേ വരികയുള്ളൂ എന്നുള്ള ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ഉണ്ട്. ആ അണ്ടർ എസ്റ്റിമേറ്റ് ശരിയാണ്, നല്ലതാണ്. പക്ഷേ എക്കാലവും അത് ഗുണം ചെയ്യുകയില്ല എന്നവർ പറയുന്നത് ഇത് ഒരു ശക്തിയാണ്. ആ ശക്തിയെ ഇനി മുതൽ കേരളത്തിൽ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. ഈ ശക്തി ഏതു വഴിക്ക് പോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടല്ലാതെ കേരളത്തിൽ ഒരു ഗവൺമെന്റിനും തീരുമാനം എടുക്കാൻ കഴിയാത്ത വിധം ഒരു സാമൂഹ്യ സമ്മർദ്ദ ശക്തിയായി ഈ ശക്തി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ ശക്തി ഒരു വർഗീയതയുടെ ശക്തിയല്ല, ഇതൊരു തീവ്രവാദത്തിന്റെ ശക്തിയല്ല, ഒരു തരത്തിലുള്ള പക്ഷപാതിത്വത്തിന്റെയും ശക്തിയല്ല. പക്ഷേ ഇതൊരു ധാർമ്മിക ശക്തിയാണ്, ഇത് സത്യത്തിന്റെ ശക്തിയാണ്, ഇത് ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ശക്തിയാണ്. ഈ ശക്തിയെ തീവ്രവാദ ശക്തി എന്ന് പറഞ്ഞുകൊണ്ടോ വർഗീയവാദി ശക്തി എന്ന് പറഞ്ഞുകൊണ്ടോ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല ഉള്ളത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. രണ്ടു മൂന്ന് പ്രത്യേക കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ചാൻസലറും മുഖ്യമന്ത്രിയും ഇതിൽ ഇടപെടണം എന്ന് തന്നെയാണ്. ഉടനടി പരിഹാരമുണ്ടാക്കണം. ശരിക്ക് രണ്ടാമതൊന്ന് ഫോർമാറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോഴുള്ള എല്ലാ പരിപാടികളും ഡിലീറ്റ് ചെയ്ത് ചിലപ്പോൾ എല്ലാം അവസാനിപ്പിച്ച് തലക്കൽ ഫോർമാറ്റ് ചെയ്ത് തുടങ്ങേണ്ടതായി വരും. അങ്ങനെ തുടങ്ങേണ്ടതായി വരുന്നുണ്ടെങ്കിൽ അതിനും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നേരത്തെ പറഞ്ഞ സിൻഡിക്കേറ്റ് ഉണ്ടല്ലോ, ആ സിൻഡിക്കേറ്റിന്റെ കയ്യിൽ നിന്ന് ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്ത് നിന്ന് നിയമനത്തിനുള്ള അവകാശം ഉടൻ പിൻവലിക്കണം, അധികാരം ഉടൻ പിൻവലിക്കണം. തീർത്തും PSCക്ക് വിടണം. PSC എല്ലാ അർത്ഥത്തിലും വിശുദ്ധമായ ഒരു സാധനമാണ് എന്ന അഭിപ്രായമില്ല. എന്നാലും ഈ സിൻഡിക്കേറ്റിനേക്കാൾ ഭേദമാണ് എന്ന ഒരു അഭിപ്രായത്താൽ എല്ലാം PSCക്ക് വിടണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ മലബാറിന്റെ നേരത്തെയുള്ള അവസ്ഥയല്ല എന്നുള്ളത്. ഇന്ന് സ്കൂൾ ക്ലാസുകളിലേക്ക് നിങ്ങൾ നോക്കൂ, വിദ്യാഭ്യാസപരമായി വമ്പിച്ച ഉണർവാണ്. ഈ ഉണർവിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ശക്തി ഇന്നത്തെ യൂണിവേഴ്സിറ്റിക്കില്ല. അതുകൊണ്ട് ഈ ഇടപെടൽ നടത്തുന്നതോടൊപ്പം തന്നെ മലബാറിൽ അടിയന്തിരമായി ഒരു യൂണിവേഴ്സിറ്റി കൂടി അനുവദിക്കണം. അതിന് പെട്ടെന്ന് സാധ്യമാകുന്നില്ലെങ്കിൽ വിദൂര വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇഗ്നോ മാതൃകയിൽ മറ്റൊരു യൂണിവേഴ്സിറ്റി ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ ആവശ്യവും കൂടി ജനങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്, ഗവൺമെന്റിന്റെ മുമ്പാകെ വെക്കുകയാണ്. ഇത് മാത്രമല്ല, മലബാറുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തും
ആതുര ശുശ്രൂഷ രംഗത്തുമുള്ള എല്ലാ അവഹേളനങ്ങളും ഒഴിവാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തുള്ളവർ ഇതൊരു കേരളത്തിന്റെ വടക്കേ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഉദാരതയും വിശാലതയും കാണിക്കണമെന്നാണ് ഇത് പറയുന്നത്. എന്തെങ്കിലും വിഘടനവാദപരമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരുന്നതിന് മുമ്പ് മലബാറും ഈ ഐക്യ കേരളത്തിനകത്താണ് എന്നുള്ള ഒരു വിചാരം നമ്മുടെ ഗവൺമെന്റിന് ആവശ്യമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കരുത്തരാണ്, ശക്തരാണ്. അതേ അവസരത്തിൽ നിങ്ങൾ അച്ചടക്കമുള്ളവരാണ്, നിങ്ങൾ അനുസരണമുള്ളവരാണ്. ചില ധാർമ്മികമായ മൂല്യങ്ങൾ മുന്നിൽ വെക്കുന്നവരാണ്. നമ്മുടെ സമരത്തിന് പോലും പെരുമാറ്റച്ചട്ടമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ പെരുമാറ്റച്ചട്ടം നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ പാലിക്കണം. ആ പെരുമാറ്റച്ചട്ടത്തെ ദൗർബല്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കുന്നവരുടെ കുറ്റമാണ്. അത് തിരുത്തേണ്ടുന്ന സന്ദർഭത്തിൽ അവർ തിരുത്തിക്കൊള്ളും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിനെത്തിയ എല്ലാ ആളുകൾക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആശീർവാദങ്ങൾ നേർന്നുകൊണ്ട് ഇനിയും ഈ സമരത്തിലും ഇതുപോലുള്ള സമരത്തിലും നിങ്ങളുടെ ശക്തമായ പിന്തുണ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുന്നതാണ്.